നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താണ് നിന്റെ കുഞ്ഞ് തിരിച്ചു വന്നു നീ വിചാരിച്ചോ? നിനക്ക് വല്ല മെന്റൽ ട്രോമയും വന്നോന്ന് ഞാനൊന്ന് പരിശോധിച്ചു നോക്കിയതാ. ഇത് കണ്ടോ? ഇനി മുതൽ നിന്റെ കുഞ്ഞിന് പകരം വേണമെങ്കിൽ ഈ പാവക്കുട്ടിയെ നീ എടുത്തോ. ഇതിനെ എടുത്തു വെച്ച് താരാട്ട് പാടുകയോ കൂടെ കിടത്തി ഉറക്കുകയോ വേണമെങ്കിൽ ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യാം. നീ എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമൊന്നുമില്ല. നിന്റെ അമ്മ വേഷം കെട്ടലൊക്കെ തീർന്നു. ആ ഡ്രൈവറുടെ കുഞ്ഞിനെ ഇനി ഒരിക്കലും നിനക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ഈ പാവക്കുട്ടിയെ നീ വെച്ചോ കേട്ടോ. ഇതിനെ താലോലിച്ച് വേണമെങ്കിൽ നിന്റെ ആശ തീർത്തോ. അയ്യോ, നിങ്ങളുടെ ഈ പരിഹാസത്തിനുള്ള മറുപടി ദൈവം എന്നെങ്കിലും നിങ്ങൾക്ക് തരാതിരിക്കില്ല. പറഞ്ഞത് ശരിയാ, അത് ഡ്രൈവറുടെ കുഞ്ഞ് തന്നെയാ. പക്ഷെ ഞാൻ അവളെ ഇത്രയും ദിവസം വളർത്തിയത് എന്റെ സ്വന്തം കുഞ്ഞായിട്ടാ. ആ സ്നേഹം എന്റെ ഉള്ളിലിരുന്ന് വെങ്ങുന്നുണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവില്ല. അതിന് ഉള്ളിലെങ്കിലും ഒരു അമ്മയുടെ മനസ്സ് വേണം, ഒരു കുഞ്ഞിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ വേണം, ഒരല്പം മനുഷ്യത്വമെങ്കിലും വേണം. ഈ സ്നേഹം എന്ന് പറയുന്നതേ കൊടുത്ത മാത്രം തിരിച്ചു കിട്ടുന്ന ഒന്നാ. അത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവില്ല. മനസ്സിലാവുന്നൊരു സമയം വരുമ്പോ, ഇപ്പൊ നിങ്ങൾ പരിഹസിക്കുന്ന ഈ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ ഒരിക്കൽ കരയും, കണ്ണീരൊഴുക്കും, യാചിക്കും. കാലം എന്നൊന്നുണ്ട്, അത് നിങ്ങളെ അവിടെ കൊണ്ട് എത്തിക്കും. അത് മറക്കാതിരുന്ന നല്ലത്. ആഹാ, നീ ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് കാണാതെ പഠിച്ചാണോ? അതോ ഏതെങ്കിലും സിനിമയിലെ ഡയലോഗോ? നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എനിക്കങ്ങനെ ഒരുത്തിടെ സ്നേഹം വേണ്ട. എനിക്കാരെ സ്നേഹിക്കാനും സൗകര്യമില്ല. എന്റെ വഴി ഞാൻ തീരുമാനിച്ചതാ. നിന്നെപ്പോലെ ആരുടെയോ കുഞ്ഞിന്റെ വളർത്തമ്മയാവാൻ എനിക്ക് താല്പര്യവുമില്ല. ഇന്ന് നീ ആ കുഞ്ഞിനെ കണ്ടതേ ഒരവസാനത്തെ കാഴ്ചയാ. ആ വിദേശ ദമ്പതികൾ ആ കൊച്ചിനെയും കൊണ്ടിപ്പോ കടല് കടന്ന് പറന്നു കാണും. പിന്നെ നിനക്കതിനൊന്നും കണി കാണാൻ പോലും കിട്ടില്ല. കാണാം നമുക്ക്. നാളെ എന്ത് സംഭവിക്കും തീരുമാനിക്കാൻ നിങ്ങൾ ദൈവമൊന്നും അല്ലല്ലോ. ആ കുഞ്ഞിനെ ഞാൻ സ്നേഹിച്ചത് സത്യമാണെങ്കിൽ, എനിക്കതിനെ വളർത്താനുള്ള യോഗം ഉണ്ടെങ്കിൽ ദൈവം എനിക്ക് എന്റെ മോളെ തിരിച്ചു കൊണ്ടുവന്ന് തരും. ഇനി അഥവാ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ എനിക്കതിനുള്ള യോഗം ഇല്ലെന്ന് ഞാൻ കരുതിക്കോളാം. എങ്കിൽ പിന്നെ അങ്ങനങ്ങ് കരുതുന്നതാ നല്ലത്. നമുക്ക് കാണാം. കാണാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.